1925 RSS രൂപീകരിക്കപ്പെടുന്നത്. RSS ഉണ്ടാവുന്നത് ഇന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയിരിക്കുന്ന പോസ്റ്ററിലെ മുകളിൽ കാണുന്ന സവർക്കറുടെ ആശയങ്ങളെ മുൻനിർത്തിയാണ്. സവർക്കർ എന്ന് പറഞ്ഞ പരിപാടി എന്താന്ന് വെച്ചാൽ, ഈ രാഷ്ട്രം യഥാർത്ഥത്തിൽ ആരുടേതാണ്? അതാണ് അദ്ദേഹത്തിന്റെ ഹു ഈസ് ഹിന്ദു എന്ന പ്രബന്ധത്തിന്റെ ആദ്യ ഭാഗം. ഈ രാഷ്ട്രം ആരുടേതാണ്? അന്ന് അങ്ങനെ ഒരു രാഷ്ട്രമൊന്നുമില്ല. അദ്ദേഹം അത് എഴുതുന്ന കാലത്ത് ഇന്ത്യ എന്ന രാഷ്ട്രം ഉണ്ടായിട്ടില്ല. ഇന്ത്യ കുറെ നാട്ടുരാജ്യം മാത്രമാണ്. അദ്ദേഹം പറയുന്നത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന നമ്മുടെ ഈ രാജ്യം ആരുടേതായിരിക്കും? അദ്ദേഹം പറയുന്നത് ഈ രാജ്യം 2 മൂല്യങ്ങൾ ഉള്ളവരുടേതായിരിക്കും എന്നാണ്. എന്താണ് അദ്ദേഹം പറയുന്ന 2 മൂല്യങ്ങൾ? അദ്ദേഹം പറയുന്ന മൂല്യങ്ങൾ, ഈ നാടിനെ, നാം ജനിച്ച ഈ ജന്മഭൂമിയെ യഥാർത്ഥത്തിൽ വെറും ഭൂമി മാത്രമല്ലാതെ പിതൃഭൂമിയും പാവനഭൂമിയുമായി കാണുന്നതാരോ അവരുടേതാണ് ഈ രാജ്യം എന്നാണ്. 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് പിതൃഭൂമിയായി കാണണം, 2 പാവനഭൂമി, പുണ്യഭൂമിയായി കാണണം. പിതൃഭൂമി എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ഭൂമി എന്നാണ്. നമ്മളൊക്കെ സാധാരണ രാജ്യം മാതൃഭൂമിയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവര് സാധാരണ ഇവരുടെ മീറ്റിങ്ങുകളിൽ പറയുക, RSSകാർ പറയുക പിതൃഭൂമി എന്നാണ്, അച്ഛൻ എന്നാണ്, ഫാദേഴ്സ് ലാൻഡ് എന്നാണ്. അതുവരെ മാത്രമല്ല, പ്രധാനപ്പെട്ട പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഇറ്റലിയിൽ മുസോളിനി എന്ന് പറയുന്ന ഫാസിസത്തിന്റെ ആദ്യത്തെ ലീഡറും പറഞ്ഞത് ഇറ്റലി ഫാദേഴ്സ് ലാൻഡ് ആണെന്നാണ്. അത് പൊതുവെ സ്വേച്ഛാധികാരികളുടെ തന്നിഷ്ടത്തിന് രാജ്യം ഭരിക്കുന്നവരുടെ ഒരു വാദമാണ്, അച്ഛന്റെ ഭൂമിയാണ് എന്നാണ്. അങ്ങനെയാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ വിളിക്കൽ ഇവരുടെ ഒരു പതിവാണ്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, അവരെ മാതൃഭൂമിയായിട്ടോ പിതൃഭൂമിയായിട്ടോ എന്ത് വേണമെങ്കിൽ കണ്ടോട്ടെ. പക്ഷേ അതിന്റെ 2ാമത്തെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഈ നാടിനെ പാവനഭൂമിയായി കാണണം എന്നാണ്. എന്താണ് പാവനഭൂമി? ഹോളി ലാൻഡ് എന്നാണ് പറയാ. ഹോളി ലാൻഡ് എന്ന് പറഞ്ഞാൽ ഈ നാടിനെ വെറുതെ ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ നാടായിട്ട് കണ്ടാൽ പോരാ, മറിച്ച് ഈ നാടാണ് ഏറ്റവും ഭൂമിയിൽ പാവനമായ ഭൂമി എന്ന് കാണണം. അങ്ങനെ കണ്ടാലോ? അങ്ങനെ കണ്ടാൽ പിന്നെ മക്ക പുണ്യഭൂമിയായി ജീവിക്കുന്നവർ ഈ നാട്ടുകാരല്ല, മദീന പുണ്യഭൂമിയായി ജീവിക്കുന്നവർ ഈ നാട്ടുകാരല്ല, ജെറൂസലേം പുണ്യഭൂമിയായി കാണുന്നവർ ഈ നാട്ടുകാരല്ല. അതായത് ഈ നാട്ടിലെ മുസ്ലിങ്ങളാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, മറ്റെന്തെങ്കിലും വിശ്വാസം പങ്കിടുന്ന മനുഷ്യരാകട്ടെ, അവരാരും തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരല്ല എന്ന് ആദ്യമേ പ്രഖ്യാപിച്ച ആളുടെ പേരാണ് സവർക്കർ.